ഇളയ ദളപതി വിജയ് നായകനായെത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് ഗോ. വേൾഡ് വൈഡായി റിലീസെത്തിയ ഈ ഒരു സിനിമയ്ക്ക് അത്രമാത്രം നല്ലൊരു അഭിപ്രായം പ്രേക്ഷകരിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എങ്കിലും കൂടിയിട്ട് സാധാരണ രീതിയിൽ ഒരു വിജയ് സിനിമയാണ് ഇറങ്ങിയ എല്ലാ കേന്ദ്രങ്ങളിലും പൂരപ്പറമ്പായി മാറുന്ന കാഴ്ച തന്നെയാണ് പതിവായി കണ്ടത്. അജിത്തും അർജുനും പ്രധാന കഥാപാത്രങ്ങളെത്തിയ മങ്കാത്ത എന്ന സിനിമയ്ക്ക് ശേഷം വിജയനെ നായകനായി എത്തിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഗോട്ട്. സിനിമ പ്രേക്ഷകരിൽ വലിയൊരു ഓളം തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നു. വിജയ് സിനിമ ഇറങ്ങുന്ന രീതികൾ മാറ്റിമറിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഗോട്ട് എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. വേൾഡ് വൈഡായിട്ട് സിനിമ റിലീസിനെത്തിയിരുന്നു. എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും നേടിയെടുത്ത കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യത്തെ ദിവസം തമിഴ്നാട്ടിൽ നിന്നും മാത്രമായി 33 കോടി രൂപയോളമാണ് സിനിമ നേടിയെടുത്തത്. കേരളത്തിൽ നിന്നും നല്ലൊരു കളക്ഷനും സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വേൾഡ് വൈഡായിട്ട് ഗോട്ട് എന്ന സിനിമ നേടിയെടുത്ത കളക്ഷൻ 43 കോടിക്ക് മുകളിലാണ്. 50 കോടിയിലെത്തുന്ന ഈ ഒരു സിനിമ ശനി ഞായറത്തെ കളക്ഷനോടുകൂടി 100 കോടി നേടുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ്. സാധാരണ രീതിയിൽ വിജയ് സിനിമകൾക്ക് കിട്ടാവുന്ന കളക്ഷൻ തന്നെയാണ് ഗോട്ട് എന്ന സിനിമയ്ക്കും നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ പതിവ് പോലെ തന്നെയുള്ള അഭിപ്രായം തന്നെയാണ് പങ്കുവച്ചത്. ഈ അടുത്തിറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളിലും സാധാരണ രീതിയിൽ വിജയ്ക്ക് വരുന്ന ഒരു അഭിപ്രായമാണ് രക്ഷകൻ എന്ന പേര്. ഈ സിനിമയിലും രക്ഷകൻ്റെ ഒരു അവതാരം തന്നെയായിട്ടാണ് വിജയ് കഥാപാത്രമായി മാറിയിരിക്കുന്നത്. തമിഴ് സിനിമയിലെ ഓരോ നടന്മാരും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വിജയ് എന്ന് പറയുന്ന ഇളയ ദളപതി മാത്രമാണ് കഥാപാത്രങ്ങളെ മാറ്റിയെടുക്കാത്ത ഒരു നടൻ. അതുകൊണ്ട് തന്നെ വിജയ് സിനിമകൾ ഇത്രയും നാളും കണ്ട രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമയും കാഴ്ചവെക്കുന്നത്. എന്തെങ്കിലും വളരെ വ്യത്യസ്തമായ രീതിയിൽ കാഴ്ചവെക്കാൻ സാധിച്ചിരിക്കുന്നത് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ മാത്രമാണ്. എങ്കിലും കൂടിയിട്ട് അനിരുദ്ധിനെ ഈ ഒരു സിനിമയിൽ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രേക്ഷകർ പറയുന്നു. വിജയുടെ ഗോട്ട് എന്ന സിനിമ ഹിറ്റിലേക്കാണോ ബ്ലോക്ക് ബസ്റ്ററിലേക്കാണോ എന്ന് വീണ്ടും കാത്തിരിക്കാം നമുക്ക്.